മലയാള സിനിമയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലുള്ള സ്ത്രീകളെല്ലാം അവർ ലക്ഷ്യം വെക്കുന്നത് ഒരു പുരുഷ മുക്ത ലോകമാണോ സംശയമുണ്ട്. ഈ പുരുഷന്മാരില്ലാതെ സ്ത്രീകളെല്ലാം കൂടി മലയാള സിനിമ കൺട്രോൾ ചെയ്ത് അങ്ങനെ ഒരു സിനിമ നമുക്ക് കാണേണ്ടി വരുമോ? എവിടെ നോക്കിയാലും സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രം. പുരുഷനില്ലാത്ത ഈ ലോകത്തെക്കുറിച്ചായിരിക്കും ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ പല ആളുകളും ഓരോരോ ആരോപണങ്ങളായിട്ടും ജയസൂര്യക്കെതിരെയും ഓരോരോ ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. സത്യമാണെന്നൊന്നും അറിയില്ല കേട്ടോ. ഒരുപാട് പേര് ശരിക്കും ഇത് കേൾക്കുമ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും കാലം ഇവരൊരു കാര്യങ്ങളും മിണ്ടാതിരുന്നിട്ട് ഇവർ പെട്ടെന്ന് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട് ചില കാര്യങ്ങളിൽ. ഇത് ഗ്യാപ്പിൽ പുരുഷന്മാർ മൊത്തം അല്ലേ ഇപ്പം മലയാള സിനിമയിലുള്ള എല്ലാവർക്കും അതിൽ ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തമാശയായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇവരൊക്കെ അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് പോകുന്ന സൈഡിൽ കൂടെ ഒന്നിന് വരലേക്ക് ഗോളടിച്ചിട്ട് പോവാണ്. ഞാൻ 2008-2009 ദേ അങ്ങോട്ട് നോക്കിയെന്ന സിനിമ ബാലേന്ദ്രൻ അഭിനയിക്കാൻ വന്നത്. അതിനു മുമ്പ് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ നേരെ സെക്രട്ടേറിയറ്റിലോട്ടാണ് വന്നത്. സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ഈ ഷൂട്ടിങ്. അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് ഞാൻ ഇറങ്ങിയിട്ട് സാരി ഞുറച്ചിലെങ്കിലും പിടിച്ചിട്ട് പുറകിൽ പെട്ടെന്ന് ഒരാൾ കയറി കെട്ടിപ്പിടിക്കും. നമ്മൾ പേടിച്ച് പുറകോട്ട് നോക്കിയപ്പോഴത്തേക്ക് ജയസൂര്യ ആയിരുന്നു. ജയസൂര്യ പെട്ടെന്ന് ഉടനെ തന്നെ ഞാൻ ലിപ്സ് കിസ് ചെയ്യുകയും അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നത് ഞാൻ തള്ളി മാറ്റിയിട്ട് ഓടിപ്പോയി, താഴെ ഓടിപ്പോയി. അപ്പം ജഗതി ചേട്ടൻ വാസ് വെരി ഡീസന്റ് ആൻഡ് വാസ് വെരി ജെന്യൂൻ.